അടുത്തതായി ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കരകൃതികളിൽ സ്തോത്രങ്ങളിൽ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ഗർഭവാസത്തിലും ശൈശവ ബാല്യങ്ങളിലും യൗവനത്തിലും അതുപോലെ വാർദ്ധക്യത്തിലുമുള്ള അനുഭവങ്ങളെ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് സകല അപരാധങ്ങളും പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുക ചെയ്തത്. തുടർന്ന് വേണ്ടത് വണ്ണം കർത്തവ്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ആലോചനയാണ്. നോക്കൂ, സ്നാത്വാ പ്രത്യൂഷകാലേ സ്നപനവിധിവിധൗ നാഹൃതം ഗാംഗതോയം പൂജാർത്ഥം വാ കദാചിത് ബഹുതരഗഹനാത് ഖണ്ഡബില്വീദളാനി നാനീതാ പത്മമാല സരസി വികസിത ഗന്ധപുഷ്പേ ത്വദർത്ഥം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. സ്നാത്വാ പ്രത്യൂഷകാലേ സ്നപനവിധിവിധൗ നാഹൃതം ഗാംഗതോയം പൂജാർത്ഥം വാ കദാചിത് ബഹുതരഗഹനാത് ഖണ്ഡബില്വീദളാനി നാനീതാ പത്മമാല സരസി വികസിത ഗന്ധപുഷ്പേ ത്വദർത്ഥം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. യൗവനത്തിലും വാർദ്ധക്യത്തിലൊന്നും വേണ്ടതുപോലെ ശിവോപാസന ചെയ്ത് കഴിഞ്ഞില്ല. എന്ത് ചെയ്യാം? ഇപ്പോൾ ഇരുന്ന് ഓർക്കുകയാണ്. സ്നാത്വാ കുളിച്ചിട്ട്. എപ്പോൾ കുളിച്ചിട്ട്? പ്രത്യൂഷകാലേ, പ്രത്യൂഷകാലത്തിൽ, ഉഷ കാലത്ത്, പ്രഭാതസന്ധ്യയ്ക്ക് മുമ്പായിട്ട്, സൂര്യോദയത്തിന് മുമ്പായിട്ട്. ഇപ്പോൾ സൂര്യോദയത്തിന് മുമ്പായി പ്രഭാതത്തിൽ കുളിച്ച് ഭഗവത് പൂജ ചെയ്യേണ്ടതാണ്, അറിയാം. പക്ഷെ അതൊന്നും വേണ്ട സമയത്ത് ചെയ്തില്ല. അതാണ് പ്രഭാതകാലത്ത് കുളിച്ച് സ്നപനവിധിവിധൗ നാഹൃതം ഗാംഗതോയം. സ്നപനവിധിക്ക് അനുസൃതമായി, സ്നപനവിധി കുളിപ്പിക്കുക എന്നുള്ള വിധി. താത്പര്യം ഭഗവാന്റെ പൂജോപാധിയായ ശിവലിംഗമെടുത്ത് ആ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുക. ആ ലക്ഷ്യത്തോടു കൂടി ഗാംഗതോയം ന ആഹൃതം മയ. ഗാംഗതോയം, ഗംഗയിലെ ജലം, ന ആഹൃതം, ആഹരിക്കപ്പെട്ടില്ല. എന്ത് ചെയ്യും? ഇപ്പം പ്രഭാതകാലത്തിന് മുമ്പായിട്ട് കുളിച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്ത് അനന്തരം ഗംഗയിൽ നിന്ന് വെള്ളമെടുത്ത് ഭഗവാന്റെ പൂജോപാധിയായ ശിവലിംഗം അഭിഷേകം ചെയ്തില്ല. അതിനായിക്കൊണ്ട് വെള്ളം കൊണ്ടുവന്നില്ല. ഇവിടെ ഗാംഗതോയം എന്നുള്ള പ്രസ്താവം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആരെങ്കിലും ചിന്തിച്ചേക്കാം, ഗംഗയുടെ തീരത്ത് നിവസിക്കുന്നവർക്കല്ലേ ഇത് സാധിക്കൂ എന്ന്. ഗംഗാജലം കൊണ്ടുവരണമെങ്കിൽ അത് ഗംഗയുടെ തീരത്ത് വസിക്കുന്നവരാവണ്ടേ എന്ന് സംശയം. മറുപടി ഒരിക്കലുമില്ല. നമ്മെ സംബന്ധിച്ച് എല്ലാ ജലരാശിയെയും നമ്മൾ ഗംഗയുടെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. ഈ ഭൂമിയിലെ സമസ്ത ജലരാശികളും ഗംഗാജലം തന്നെ എന്ന ഭാവനയിലാണ് നമ്മൾ കാണുന്നത്. അതാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമതായിട്ട്
ഏത് ജലരാശി ആയാലും അവിടെ ഗംഗയുടെ സാന്നിധ്യം നമ്മൾ ധ്യാനിക്കുന്നു. ഗംഗേച യമുനേച ഇവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് സങ്കൽപ്പിച്ച് സപ്തമോക്ഷ നദികളുടെയും സാന്നിധ്യം നമ്മുടെ ഉള്ളം കൈയിലുള്ള വെള്ളത്തിൽ പോലും സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നിരിക്കെ തൻ്റെ കിണറാകട്ടെ, കുളമാകട്ടെ, തോടാകട്ടെ, പുഴയാകട്ടെ, എവിടെ നിന്നാണോ തനിക്ക് ജലം സംഭരിക്കാൻ കഴിയുന്നത് അതിലെല്ലാം ഇതൊന്നുമില്ല. മറ്റ് ഏജൻസികൾ വിതരണം ചെയ്യുന്ന പൈപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നാട്ടിൽ കുളമില്ല, അങ്ങനത്തെ സ്ഥലത്തല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത്, 16ാമത്തെ നിലയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ആർക്കും ഗംഗ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തൻ്റെ അരികിൽ വരുന്ന ജലരാശിയിൽ ഗംഗയെ കാണാനുള്ള സാമർഥ്യം നമുക്കുണ്ടാവണം. അപ്പോൾ ഗാംഗതോയമായി. ഇങ്ങനെ പ്രഭാതത്തിന് മുമ്പ് കുളിച്ച് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് അനന്തരം ഗംഗാജലം ശേഖരിച്ച് ഭഗവാന്റെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നില്ല. നാഹൃതം ന ആഹൃതം, ആഹരിക്കപ്പെട്ടില്ല. പൂജാർത്ഥം വാ കദാചിത് ബഹുതരഗഹനാത് ഖണ്ഡബില്ലീദളാനി നാനീതാ. ഭഗവാനെ പൂജിക്കാൻ വേണ്ടി, പൂജാർത്ഥം പൂജിക്കാൻ വേണ്ടി, കദാചിത് വല്ലപ്പോഴും, എപ്പോഴെങ്കിലും, ഒരിക്കൽ പോലും, ബഹുതരഗഹനാത് വളരെ ഗഹനമായ കാട്ടിനുള്ളിലേക്ക് പോയി, ഖണ്ഡബില്ലീദളാനി ബില്ലീദളങ്ങളെ ഛേദിച്ച് കൊണ്ടുവന്നില്ല. നാനീത ഖണ്ഡിക്കപ്പെട്ട, മുറിച്ചടർത്തപ്പെട്ട ബില്ലീദളങ്ങൾ, ബില്വ വൃക്ഷത്തിൻ്റെ ദളങ്ങൾ, ബില്വപത്രങ്ങൾ, കൂവളത്തിൻ്റെ ഇലകൾ. ശിവപൂജയ്ക്ക് ഏറ്റവും വിശിഷ്ടമായി പറയപ്പെട്ടിട്ടുള്ളതാണ് കൂവള ഇലകൾ. അങ്ങനെ ഞാൻ കാട്ടിലേക്ക് പോയി ഭഗവാനെ പൂജിക്കാൻ വേണ്ടി കൂവള ഇല പൊട്ടിച്ച് ശേഖരിച്ച് കൊണ്ടുവന്നില്ല. ഇന്നലെകളിൽ വീഴ്ച വരുത്തിയതിനെക്കുറിച്ച്, ഉപേക്ഷ വരുത്തിയതിനെക്കുറിച്ച് ഇന്നിരുന്ന് ആലോചിച്ച് പരിതപിക്കുകയാണ്. എന്തിനാണ് ഈ പരിതാപമെന്നാണെങ്കിൽ, ഇത് സംഭവിക്കരുത് നമ്മുടെ ജീവിതത്തിൽ എന്ന് ബോധിച്ച് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാനുള്ള ബോധകവാക്യങ്ങളാണിത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും ഈ വാക്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം.